പൊന്നൊരുക്കും ശോധനയിൽ ഞാൻ ആശ്രയിക്കും നാമമിത്. വിശ്വാസത്തിൽ പരിശോധന പൊന്നൊരുക്കും പോലെയല്ലേ. ആ പൊന്നൊരുക്കും ശോധനയിൽ ഞാൻ ആശ്രയിക്കും നാമമിത്. യാവേ ചോദ്യത്തിന് ഞാനാകുന്നവൻ ഞാനെന്ന് അരുളിയ സത്യദൈവമേ. ഹോറേബിലെ മുൾപടർപ്പിൽ നീ ആരെന്നുള്ള ചോദ്യത്തിന് ഞാനാകുന്നവൻ ഞാനെന്ന് അരുളിയ സത്യദൈവമേ. യാവേ ും യേശു മാത്രം കർത്താവെന്ന് ആ നാമത്തിന്റെ മഹത്വത്തിനായി. യാവേ 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 യാവേ. ആർത്തിടും സ്തുതിച്ചാർത്തിടും യേശു രാജാവിനെ വാഴ്ത്തിടുന്നേ ഞങ്ങൾ വണങ്ങിടുന്നേ ഉന്നതനാമമേ. ആർത്തിടും സ്തുതിച്ചാർത്തിടും യേശു രാജാവിനെ വാഴ്ത്തിടുന്നേ ഞങ്ങൾ വണങ്ങിടുന്നേ ഉന്നതനാമമേ. യാവേ 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 യാവേ. ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ ഏപ്രിൽ മാസത്തെ ജീവമന്യ ഓൺലൈൻ ധ്യാനം ആരംഭിക്കുന്നു. പ്രാരംഭ പ്രാർത്ഥനയ്ക്കായി എഴുന്നേൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു.
ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഭഗവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. പാവങ്ങളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പന്തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ തിന്മപ്പെട്ടവനും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നും പറയാമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വയറ്റഫലമായ ശിമിശ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളവനോടിയാമേ തമ്പുരാന്റെ അമ്മേ, പാവികളായ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മണ്ണ് നാഴികയിലും എന്നും പുരാനുടെ അപേക്ഷിച്ചുകൊള്ളണമേ. അമ്മീൻ. ഇപ്പോൾ വേദപുസ്തക പാരായണത്തിനായി ഭദ്രാസനത്തിന്റെ PRO ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് സാറിനെ സാദരം ക്ഷണിക്കുന്നു. 131 സങ്കീർത്തനം. ബാറയ്ക്കുമോർ. യഹോവയെ എൻ്റെ ഹൃദയം ഗ്രഹിച്ചിരിക്കുന്നില്ല, ഞാൻ നിഗളിച്ച് നടക്കുന്നില്ല. എൻ്റെ ബുദ്ധിക്കൊത്തവൻ കാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിൽ ഞാൻ ഇടപെടുന്നതില്ല. ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ചും ഉണ്ടാതാക്കിയിരിക്കുന്നു. തൻ്റെ അമ്മയുടെ അടുക്കൽ മെലോടി മാറിയ പൈതൽ പോലെന്ന പോലെ എൻ്റെ പ്രാണൻ എൻ്റെ അടുക്കൽ മെലോടി മാറിയതുപോലെയാകുന്നു. ഇസ്രായേലെ ഇന്ന് മുതൽ എന്നേക്ക് യഹോവയിൽ പ്രത്യാശ വെച്ചു കൊള്ളുക. ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോർ. സ്വാഗത പ്രസംഗത്തിനായി ഭദ്രാസന സുവിശേഷ സംഘത്തിന്റെ സെക്രട്ടറി പ്രൊഫസർ A.O. വർഗീസ് സാറിനെ സാദരം ക്ഷണിക്കുന്നു. ദൈവത്തിനാമം മഹത്വപ്പെടട്ടെ. ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ അധിപൻ അഭിമന്യ ഡോക്ടർ മാത്യൂസ് തിമോത്തിയോസ് തിരുമേനി, ഭദ്രാസന സെക്രട്ടറി ഏറെ ആദരണീയനായ ബഹുമാനപ്പെട്ട P.K. കുരിശച്ചൻ, ഭദ്രാസന സുവിശേഷ സംഘത്തിന്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട കുര്യൻ ജോസഫ് അച്ചൻ, ഭദ്രാസന PRO ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് സാറ്, ഇന്നത്തെ വചന പ്രഘോഷണം നടത്തുന്ന ശ്രീമാൻ ജേക്കബ് രാമച്ച പുലാത്തക്കൽ, ബദേൽ ക്രിയേഷൻസിന്റെ ഭാരവാഹി ശ്രീമാൻ ജിത്തു വർഗീസ്, ജീവവല്ലയുടെ ലോകമെമ്മുമുള്ള പ്രേക്ഷകരെ, അതുപോലെ കേൾവിക്കാരെ ഏവർക്കും ക്രിസ്തയേശുവിന്റെ വന്യനാമത്തിൽ സ്നേഹോത്തരം. ജീവവല്ലയുടെ ഏപ്രിൽ മാസത്തെ പരിപാടി ഓൺലൈൻ ധ്യാനം ആരംഭിക്കുകയാണ്. സുദീർഘമായ ഒരു നോമ്പിന്റെ തീർത്ഥാടനത്തിന് ശേഷം പുനരുദ്ധാനത്തിന്റെ പ്രതീക്ഷയും പ്രത്യാശയും അലയടിച്ചു നിൽക്കുന്ന ഈ ഒരു അന്തരീക്ഷത്തിൽ വചനത്തിന്റെ വഴിത്താരയിലൂടെ നമ്മൾ മുന്നേറുകയാണ്. കേൾക്കുന്ന ഓരോ വാക്കും വചനവും നമ്മെ കൂടുതൽ ശക്തീകരിക്കുകയും ആത്മാവിൽ ബലപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വചനപ്രഘോഷണത്തിന്റെ പ്രസക്തിക്ക് ഒരിക്കൽ പോലും മങ്ങലേൽക്കുന്നില്ല. ജീവവല്ലയുടെ ഈ ഏപ്രിൽ മാസത്തെ ഈ ഓൺലൈൻ ധ്യാന പരിപാടി ശ്രമിക്കുന്ന കേൾക്കുന്ന ഏവരെയും ഔപചാരികതയുടെ പേരിൽ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. ആദ്യമായി സ്വാഗതം ചെയ്യേണ്ടത് ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ ആദരണീയനായ മെത്രാപ്പൊലീത്ത അഭിമന്യ ഡോക്ടർ മാത്യൂസ് തിമോത്തിയോസ് തിരുമേനിയാണ്. ഭദ്രാസനത്തിന്റെ ലൗകികവും ആത്മീയവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും സുധീരമായ ഒരു നേതൃത്വത്തോടു കൂടി ഭദ്രാസനത്തെ നയിക്കുന്ന അഭിമന്യ തിരുമേനിയുടെ കൈത്താങ്ങ് ജീവമന്നയുടെ സുവിശേഷ സംഘത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു മുതൽക്കൂട്ടാണ്. അഭിമന്യ തിരുമേനിയെ സുവിശേഷ സംഘത്തിന്റെ പേരിൽ ജീവമന്നയുടെ പേരിൽ ഭക്തിയാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് ഭദ്രാസനത്തിന്റെ ആദരണീയനായ സെക്രട്ടറി ബഹുമാനപ്പെട്ട P.K. കുരിശച്ചൻ. ഭദ്രാസനത്തിന്റെ തിരക്കിട്ട എല്ലാ പരിപാടികളിലും സുവിശേഷ സംഘത്തിന്റെ പരിപാടികളോട് ചേർന്ന് നിന്ന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ഏറെ കൃത്യനിഷ്ഠയോടെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുകയും ഒപ്പം തന്നെ നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട P.K. കുരിശച്ചനോടുള്ള നിസ്സീമമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ അച്ഛനെ ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സുവിശേഷ സംഘത്തിന്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട കുര്യൻ ജോസഫ് അച്ഛൻ
സുവിശേഷ സംഘ ഡയറക്ടറായിട്ട് ചാർജ് എടുത്തിട്ട് അധികം സമയമായിട്ടില്ല. എന്നാലും ചുരുങ്ങിയ സമയം കൊണ്ട് സുവിശേഷ സംഘത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന ബഹുമാനപ്പെട്ട കുര്യൻ ജോസഫ് അച്ഛനെ ഈ ഓൺലൈൻ ധ്യാന പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വചനപ്രഘോഷണത്തിന് നേതൃത്വം നൽകുന്നത് റാന്നി സ്വദേശി ശ്രീമാൻ ജേക്കബ് രാമച്ച കുലാത്തക്കലാണ്. ഒരു വൈദിക ഫാമിലിയിൽപ്പെട്ട ബഹുമാനപ്പെട്ട ജേക്കബ് സാറ് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ സുവിശേഷത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു ബഹുമാന്യ വ്യക്തിത്വമാണ്. ജീവിതത്തിന്റെ ഏറ്റവും കൈപ്പേറിയ ഒരുപാട് തിക്ത അനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം സ്ഫുടം ചെയ്യപ്പെടുകയും ചെയ്തതുകൊണ്ട് സുവിശേഷത്തിന്റെ വഴി അദ്ദേഹത്തിന് അന്യമല്ല. പറയുന്നതിനേക്കാൾ കൂടുതൽ ഗ്രഹിക്കുന്നത് മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ താല്പര്യം കാണിക്കുകയും സുവിശേഷം ജീവിതത്തിന്റെ ഒരു വ്രതമായി സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള ശ്രീമാൻ ജേക്കബ് സാറിനെ ഈ ജീവമന്നയുടെ ഏപ്രിൽ മാസ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ ശ്രീമാൻ ജോർജ് വർഗീസ് സാറ്. സുവിശേഷ സംഘത്തിന്റെ എല്ലാ പരിപാടികളിലും സാറിന്റെ സാന്നിധ്യം സജീവമാണ്. സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇനി അടുത്തത് ഈ പരിപാടി ലോകമെങ്ങുമുള്ള പ്രേക്ഷകർക്ക് അനുഭവവേദ്യമാക്കുന്ന ബഥേൽ ക്രിയേഷൻസിന്റെ ഡിജിറ്റൽ സംവിധാനമാണ്. അതിന് ചുക്കാൻ പിടിക്കുന്നത് ബഹുമാനപ്പെട്ട ജിത്തു വർഗീസാണ്. ശ്രീ ജിത്തു വർഗീസിനെ ബഥേൽ ക്രിയേഷൻസിന്റെ പ്രവർത്തനങ്ങളുടെ പേരിലും ഒപ്പം തന്നെ സുവിശേഷ സംഘത്തിന്റെ പ്രവർത്തനങ്ങളുടെ നടത്തിപ്പിൽ ചെയ്യുന്ന സേവനങ്ങളുടെ പേരിലും അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ സുവിശേഷ സംഘത്തിന്റെ ജോയിന്റ് സെക്രട്ടറി പ്രൊഫസർ ഷൈനു ജിജി ടീച്ചറാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഷൈനു ജിജി ടീച്ചറെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ലോകമെമ്പാടുമുള്ള ജീവമന്നയുടെ പ്രേക്ഷകരും ഒപ്പം തന്നെ കേൾവിക്കാരുമാണ്. ഓൺലൈനായി ഈ പരിപാടി ശ്രമിക്കുകയും വചനത്തിന്റെ വിത്തുകളെ മനസ്സിൽ പേറാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രേക്ഷകരെയും കേൾവിക്കാരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും. ഒപ്പം തന്നെ ജീവമന്നയുടെ ആഗോളതലത്തിലുള്ള വിശ്വാസ സമൂഹത്തെ നിങ്ങൾ ഓരോരുത്തരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജീവമന്നയുടെ ഏപ്രിൽ മാസ വചന പ്രഘോഷണത്തിനായി ശ്രീമാൻ ജേക്കബ് രാമച്ച കുലത്താക്കലിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിരുനാമത്തിന് സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമീൻ. പരിശുദ്ധമായ നോമ്പിൻ്റെ നല്ല അനുഭവത്തിലൂടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ പ്രത്യാശയും സമാധാനവും പ്രാപിച്ച് ജീവിതയാത്ര തുടരുന്ന ധന്യ നിമിഷങ്ങളിൽ നിങ്ങളോടൊപ്പം അല്പസമയം തിരുവചനങ്ങളിൽ നിന്നും ധ്യാനിപ്പാൻ ദൈവകൃപയിൽ ആശ്രയിക്കുന്നു. ഇന്ന് ഇങ്ങനെ ഒരു സുവിശേഷ ഘോഷണത്തിന് ഒരു വേദി ഒരുക്കി തന്ന ബഥേൽ ക്രിയേഷൻസിനും ആയതിന് ഉചിതമായ നേതൃത്വം നൽകി അനുഗ്രഹിച്ചിരിക്കുന്ന ചെങ്ങന്നൂർ ഭദ്രാസന മെത്രാപ്പോലീത്ത അഭിവന്യ ഡോക്ടർ മാത്യൂസ് തിമോത്തിയോസ് തിരുമേനിക്കും മറ്റ് സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരായ ഭദ്രാസന സെക്രട്ടറി റവറൻഡ് ഫാദർ പി കോശി അച്ഛനും സുവിശേഷ സംഘം ഡയറക്ടർ റവറൻഡ് ഫാദർ കുര്യൻ ജോസഫ് അച്ഛനും സുവിശേഷ സംഘം സെക്രട്ടറി പ്രൊഫസർ എ.ഒ. വർഗീസ് സാർ, ജോയിന്റ് സെക്രട്ടറി പ്രൊഫസർ ജിജി ഷൈനു, PR ആയിരിക്കുന്ന മിസ്റ്റർ ജോർജ് വർഗീസ് സാർ എന്നിവർക്കും കർത്താവിൽ പ്രിയരായ ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് വലിയ ഒരു പ്രഭാഷണമായിട്ടല്ല, ധ്യാനചിന്തകൾ ആയി തിരുവചനത്തിൽ നിന്നും അല്പസമയം നിങ്ങളോടൊപ്പം
പങ്കുവെക്കാം എന്ന് കരുതുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ഒരു വേദഭാഗം പ്രത്യേകമായി എടുത്തുകൊണ്ടും അതിനോട് അനുബന്ധമായി തന്നെ 2 എബ്രായർ 11-ന്റെ 6-ാം വാക്യം, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവർ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധവും പ്രത്യാശയും എന്നീ 2 കാര്യങ്ങളുടെ ഉത്ബോധനങ്ങൾ അല്പസമയം ധ്യാനിപ്പാനാണ് ഇന്ന് ദൈവകൃപയിൽ ആശ്രയിക്കുന്നത്. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ, ഇന്ന് അവിടുത്തെ തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് അടിന് ലഭിക്കുന്ന കൃപ കൊണ്ട്, ലഭിക്കുന്ന സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, തിരുവചനങ്ങളുടെ ഉത്ഗ്രാഹങ്ങൾ ഘോഷിപ്പാൻ ബലഹീനനായ അടിയന് ബലം നൽകണമേ. എന്നിലും കേൾക്കുന്ന അവിടുത്തെ മക്കളിലും അവിടുത്തെ കൃപ വ്യാപരിക്കണമേ. അടിയങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കണമേ, അനുഗ്രഹിക്കണമേ. ആമീൻ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. വളരെ ലളിതമായി സുന്ദരമായ ഭാഷയിൽ, സുന്ദരമായ ഭാഷാ ശൈലിയിൽ, ആർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന, മനുഷ്യന് ഇത്രയും ഉറപ്പും ബലവും നൽകുന്ന മഹത്വമേറിയ തിരുവചനം നമ്മൾ വൃഥാ ചിന്തകളാലും സംശയ നിരൂപണങ്ങളാലും ബലഹീനനായി പോകുന്ന മനുഷ്യനെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ഉറപ്പുള്ള വാക്കുകൾ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. പ്രിയമുള്ളവരെ, ദൈവിക സാന്നിധ്യത്തിലായിരുന്ന ആദാമിൻ്റെയും ഹവ്വയുടെയും ജീവിതത്തിൽ സാത്താൻ കടന്നു വന്ന് വൃദ്ധചിന്തകളും സംശയചിന്തകളും കടത്തിവിട്ടിട്ട് അതുമായി ആ ചിന്തയ്ക്ക് പുറകെ പോയതായ ആദാമും ഹവ്വായും, അതിൻ്റെ ഫലമായി ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു. ഇങ്ങനെ വൃദ്ധാചിന്തകളുടെ അടിമപ്പെട്ട് നാം കേൾക്കുന്നതായ വാക്കുകൾ, മറ്റ് ഉപദേശങ്ങൾ, മറ്റ് ചിന്താഗതികളൊക്കെയും നമ്മൾ ശ്രദ്ധിച്ചിട്ട് ദൈവികമായ സാന്നിധ്യത്തിൽ നിന്ന്, ദൈവിക തിരുവചനങ്ങളിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയെ വിട്ടു കളഞ്ഞ് മറ്റ് സംശയ നിരൂപണങ്ങളിലേക്ക് കടന്നു ചെന്ന് ദൈവത്തിൽ നിന്ന് അകലുവാനിടയാകുന്നു. ഇവിടെ ആദാമിനും ഹവ്വായ്ക്കും സംഭവിച്ചത് തന്നെയാണ്. ഇങ്ങനെ ദൈവകൽപ്പന അനുസരിക്കാഞ്ഞതിനാൽ സംശയ നിരൂപണങ്ങളിൽപ്പെട്ട് സ്വസ്ഥമായ ജീവിതത്തിൽ നിന്നും അസ്വസ്ഥമായ ജീവിതത്തിലേക്ക് തള്ളിവിട്ട സംഭവം നാം എവർക്കും അറിയാം. നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഈ ലോകത്തിൻ്റെ വശീകരണ മോഹങ്ങളിൽപ്പെട്ട് നന്മയുടെ അനുഭവത്തിൽ നിന്നും തിന്മയുടെ അനുഭവത്തിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. മനുഷ്യൻ്റെ നന്മയെ കരുതുന്ന, അവനായി സകലതും ഒരുക്കി വെക്കുന്ന, അവനെ സ്നേഹിക്കുന്ന ദൈവത്തെ ഈ ലോകത്തിൻ്റെ പാഴ്ചിന്തകളിൽ നാം തള്ളിക്കളയുമ്പോൾ, നമ്മിൽ നിന്നും അകറ്റി നിർത്തുമ്പോൾ ദൈവം എത്ര കണ്ട് ദുഃഖിതനാകും. ഒരു പിതാവ് മകനെ സ്നേഹിക്കുന്നത് പോലെ ദൈവം നമ്മെ എത്ര സ്നേഹിക്കുന്നുവെന്ന് നമുക്കറിയാമോ? നമ്മുടെ താഴ്ചകളിലും നമ്മുടെ വീഴ്ചകളിലും നമ്മൾക്ക് സമീപസ്ഥനെങ്കിലും നമ്മുടെ ആത്മജ്ഞാനം കൊണ്ട്, നമ്മുടെ സംശയ നിരൂപണങ്ങൾ കൊണ്ട്, വൃഥാ ചിന്തകൾ കൊണ്ട്, സമൂഹ മാധ്യമങ്ങൾ കടന്നു വരുന്നതായ ദോഷകരമായ ഉപദേശങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന് എന്ത് ചെയ്യുവാൻ കഴിയും എന്നും മറ്റുള്ള ദുർചിന്ത കൊണ്ടും ദൈവത്തെ നാം നമ്മുടെ ഹൃദയത്തിൽ നിന്നും അകറ്റിക്കളയുകയാണ്. 400 വർഷക്കാലം അടിമവേലയിലായിരുന്ന ജനത്തിൻ്റെ നിലവിളി, അവരുടെ കഷ്ടത
അവരുടെ സങ്കടങ്ങളൊക്കെയും സ്വർഗത്തോളം ഉയർന്നപ്പോൾ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവനായ കരുതലുള്ള ഒരു ദൈവം 40 വർഷക്കാലം മരുഭൂമിയിൽ വഴി നടത്തിയ ദൈവം അക്കാലം മരുഭൂമിയിൽ കടന്നു പോകുമ്പോൾ അവിടെ ചെരുപ്പ് തേഞ്ഞു പോയില്ല, അവിടെ വസ്ത്രം കീറിപ്പോയില്ല. പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും ഇറച്ചിയായി കാടപക്ഷിയെയും അപ്പമായി മന്നയും തന്ന് പരിപോഷിപ്പിച്ചവൻ നമ്മോട് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വീണ്ടും നാം കേൾക്കുന്നു, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പീൻ. പിതാവും പുത്രനും ഒന്നായി ചെയ്യുന്ന പ്രവൃത്തികളെ ഞാൻ വിശ്വസിക്കണം. എൻ്റെ ജീവിതത്തിൽ ഇത് ഞാൻ മനസ്സിലാക്കണം, ഞാൻ ഇത് തിരിച്ചറിയണം. ഇതെൻ്റെ ഹൃദയങ്ങളിൽ, എൻ്റെ അന്തരംഗങ്ങളിൽ ഇതിനെ ശരിയായ വിധത്തിൽ ഗ്രഹിക്കുവാൻ കഴിയണം. ദൈവികമായ ഈ മഹത്തമായ കാര്യം ഹൃദയത്തിൽ കൈക്കൊള്ളണം. രോഗികളെയും പ്രയാസം അനുഭവിക്കുന്നവരെയും ദുഃഖിതരെയും അന്ധനെയും മുടന്തനെയും നീതിക്ക് കേഴുന്നവരെയും അറിവില്ലാത്തവരെയും പാപികളെയും നിന്ദിതരെയും മരിച്ചവരെ ഉയർപ്പിച്ചതും അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ഇടപെടുവാൻ കഴിയുന്ന ദൈവത്തെ വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ആരെയാണ് നാം വിശ്വസിക്കുക? ശാസ്ത്രത്തിൻ്റെ തെളിവുകൾ നിരത്തി മൗഢ്യമായ തർക്കിക്കുന്ന മനുഷ്യരെയാണോ നാം വിശ്വസിക്കേണ്ടത്? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജീവിതയാത്രയിൽ എൻ്റെ ഹൃദയം കലങ്ങുന്നു, വിശ്വാസം ഉടയ്ക്കുന്നില്ല? അതിന് ഞാൻ എൻ്റെ ദൈവത്തെ അറിയണം. ദൈവവും ഞാനുമായുള്ള ബന്ധം അറിയണം. ദൈവത്തിന് എന്നോടുള്ള സ്നേഹം അറിയണം. അതിന് ഞാൻ അല്പം പുറകോട്ട് പോകണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ വീണു പോയിട്ടുള്ള നിമിഷങ്ങളിൽ ഞാൻ അറിഞ്ഞും അറിയാതെയും ദൈവം എന്നെ വഴി നടത്തിയ വിധമൊക്കെയും ഞാനൊന്ന് ഓർക്കണം. ഓരോ നന്മകളും ഞാൻ ഓർക്കണം. വരുവാനുള്ള കാലങ്ങളെ വൃഥാ ചിന്തകളാലും സംശയ നിരൂപണങ്ങളാലും കഴിച്ചു കൂട്ടുകയല്ല, ദൈവഹിതത്തിന് വിധേയപ്പെട്ട് കൊടുക്കുവാൻ തക്കവണ്ണം വിശ്വാസത്തിൽ നാം ഉറക്കണം. ഈ ലോകത്തിൻ്റെ യുക്തിക്കും ബുദ്ധിക്കും അറിവിനും അനുസരിച്ച് ചിന്തിക്കുമ്പോഴല്ല, മറിച്ച് തിരുവചനങ്ങൾ ആത്മീയമായി ഗ്രഹിക്കുമ്പോഴാണ് വചനത്തിൻ്റെ പൊരുൾ തെളിവാകുന്നത്. ആയതിന് വചനം നമ്മുടെ ഉള്ളിൽ വസിക്കണം. വചനം വസിക്കുന്നവരിൽ ഞാനും വസിക്കും എന്ന് തിരുവചനം പറയുന്നു. വചനങ്ങളുടെ പൊരുളുകൾ അറിയുവാനുള്ള ആഗ്രഹം, അതിനുള്ള വാഞ്ച നമ്മുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കണം. എപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നുവോ അപ്പോൾ മാത്രമേ തിരുവചനങ്ങളിലേക്ക് നോക്കുവാൻ നമുക്ക് കഴിയുള്ളൂ. ആഗ്രഹത്തോടെയും കണ്ണുനീരോടെയും ദൈവമേ വചനങ്ങളുടെ പൊരുൾ ഗ്രഹിപ്പിച്ച് തരണമേ എന്ന പ്രാർത്ഥനയോട് വചനങ്ങളിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ അനവധിയായ ഉത്ബോധ്യങ്ങൾ, ഉൾഗ്രാഹ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതായി നമുക്കറിയുവാൻ കഴിയും. മനുഷ്യർ വെളിപ്പെടുത്തി തരുന്നതല്ല, അതിനേക്കാൾ ഉപരിയായി മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന, ആനന്ദിപ്പിക്കുന്ന വചനങ്ങളുടെ പൊരുളുകൾ ഹൃദയം നിറഞ്ഞ് കവിയുന്നത് നമ്മൾക്ക് അറിയുവാൻ കഴിയും. ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഹൃദയവും മനസ്സും ഒരുപോലെ ഏകാഗ്രമാക്കി അവിടെ മുഴങ്ങി കേൾക്കുന്നതായ അപേക്ഷകളും പ്രാർത്ഥനകളും സ്തുതിപ്പുകളും ഹൃദയഭിത്തികളിൽ മുഴുങ്ങുവാൻ തക്കവണ്ണം നാം ഒരുക്കമുള്ളവരായിരിക്കണം. ഒരു കാലത്ത്
പ്രവാസിയായി സൗദിയിലായിരുന്ന കാലങ്ങളിൽ ദൈവത്തിന് എന്ത് പ്രസക്തി എന്ന് ചിന്തിച്ച് നടന്ന കാലം, ദൈവനാമം ഉച്ചരിപ്പാൻ അനുവാദമില്ലാതിരുന്ന നാളുകളിൽ ഈ പാപിയായ എന്നെ വീണ്ടെടുപ്പാൻ ദൈവത്തിന് കരുണ തോന്നി. ആദ്യമായി വായു തുറന്ന് ദൈവം ആത്മാവാകുന്നുവെന്ന് എന്നെ കൊണ്ട് ഉച്ചരിപ്പാനും തിരുവചനങ്ങൾ ഘോഷിപ്പാനും എൻ്റെ ദൈവം എനിക്ക് കൃപ നൽകി. ദൈവത്തിൻ്റെ അനുഗ്രഹം മാറി എന്നിലേക്ക് പെയ്തിറങ്ങി. വചനത്തിൻ്റെ തികവ് മനസ്സിന് ആനന്ദത്താലും സന്തോഷത്താലും നിറഞ്ഞു. ഇന്ന് ഇവിടെ നിൽക്കുന്നതും അവിടുന്ന് എന്നോട് കരുണ തോന്നിയത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ കാലത്തെ നാം തിരിച്ചറിയണം. മുൻപുണ്ടായിരുന്നതിനേക്കാൾ അധികമായ ദുഷ്കാലത്തിലൂടെയാണ് നാം ഇന്നിൻ്റെ നാളുകൾ കടന്നു പോകുന്നത്. സ്നേഹം തണുത്തും വിശ്വാസം മടുത്തും സ്വസ്നേഹികളുമായി ആവുന്നതായ ഒരു കാലം. മുൻപ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കണ്ണുനീർ ഒഴുക്കി പ്രാർത്ഥിച്ചിരുന്നതായ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. അവരെ കണ്ട് വളർന്ന കുഞ്ഞുങ്ങളും ഇന്ന് ലഭിക്കുന്നതായ സുഖ സൗകര്യങ്ങളിൽ ആമോദിച്ച് കഴിയുന്നതായ മാതാപിതാക്കൾ, ദൈവം ചോദ്യചിഹ്നമായി കാണുന്ന മക്കളും തലമുറയും, വരുന്ന നാളുകൾ അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുന്ന കാലം. അതിൻ്റെ മുറവിളി അകലെയല്ല, പടിവാതിക്കൽ തന്നെ കേട്ടു തുടങ്ങിയിരിക്കുന്നു. വാർത്താമാധ്യമങ്ങളിൽ ദിനം പ്രതി വരുന്ന വാർത്തകൾ കേട്ട് ഞെട്ടുവാനേ കഴിയുന്നുള്ളൂ. നാം ആരും സുരക്ഷിതരല്ല. എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറയാനാവാത്ത കാലം. ഇത് എന്തിന് ഇപ്പോൾ പറയുന്നു? ഈ കാലങ്ങളെ അതിജീവിപ്പാൻ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരും ആയിരിക്കേണ്ടിയിരിക്കുന്നു. പടിവാതിക്കൽ നിൽക്കുന്ന അനർത്ഥം കണ്ട് ദൈവസന്നിധിയിൽ നിന്നും നമ്മെ അകറ്റുന്ന സംശയ നിരൂപണങ്ങളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും നാം പിന്തിരിഞ്ഞു നിൽക്കണം. നിഷ്കളങ്ക ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. നാം ആയിരിക്കുന്ന അവസ്ഥ എപ്രകാരമാണെന്ന് നാം തിരിച്ചറിയണം. ഞാനിത് ആപമുഖമായി പറഞ്ഞു എന്ന് മാത്രം. ദൈവസന്നിധിയിൽ ദൈവത്തിൽ വിശ്വസിക്കണം, എന്നിലും വിശ്വസിക്കണം, എൻ്റെ പ്രവൃത്തിയിലും വിശ്വസിക്കണം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസമാണെന്ന് എവർക്കും അറിയാമല്ലോ. വിശ്വാസത്തിൽ നിന്നാണ് ക്രിസ്തീയ ജീവിതം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കണം. ഈ വിശ്വാസത്തിൽ നിന്ന് വേണം വിശ്വാസം ആരംഭിക്കേണ്ടത്. പിതാവിലും പുത്രനിലും അവൻ്റെ പ്രവൃത്തിയിലും വിശ്വസിക്കണം. തിരുവെഴുത്തുകൾ പറയുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കും. വിശ്വാസം ഇല്ലാത്തതിനാൽ അവിടെ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. തൻ്റെ സമീപത്തിലേക്ക് വന്നവരുടെ കർത്താവ് ചോദിച്ചു, നീ വിശ്വസിക്കുന്നുവോ? എങ്കിൽ നിനക്ക് സൗഖ്യം വരും, എങ്കിൽ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും. ഊവ് കർത്താവേ, അവരൊക്കെയും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞു, ഊവ് കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. അവിശ്വാസിയായ തോമാസിനോട് ചോദിച്ചു, നിന്റെ വിരലുകൾ എൻ്റെ മുടിപ്പാടുകൾ ഇടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക. തോമാസ് അവൻ്റെ വിലാപ്പുറത്ത് വിരലിട്ടുകൊണ്ട് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് വിശ്വാസത്തിൽ ഉറച്ച് ഏറ്റു പറഞ്ഞു. അത് അവൻ്റെ മരണത്തോളം അചഞ്ചലമായിരുന്നു ആ വിശ്വാസം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എത്രയോ നിമിഷങ്ങളിൽ, തകർന്നു പോയ നേരങ്ങളിൽ, രോഗിയായിരുന്നപ്പോൾ, ആശ്രയിപ്പാൻ ആരുമില്ലാതിരുന്ന നേരങ്ങളിൽ, ഉത്തരം കണ്ടെത്താൻ കഴിയാതിരുന്ന നിമിഷങ്ങളിൽ, ഒരു നേരം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതിരുന്ന നിമിഷങ്ങളിൽ, പരിഹസിക്കപ്പെട്ടപ്പോൾ, നിന്ദിക്കപ്പെട്ടപ്പോൾ, മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിയേണ്ടി വന്ന സമയങ്ങളിലൊക്കെയും അവിടുന്ന് അത്ഭുതകരമായി എനിക്ക് നന്മകൾ ചെയ്ത് എന്നെ പരിപാലിച്ചു. ഞാനോ അത് അനുഭവിച്ചിട്ട്
വിശ്വാസത്തിൽ ഉറയ്ക്കാതെയും ഗൗനിക്കാതെയും കർത്താവ് ദൈവത്തിൻ്റെ ആ കരുതലുകളെ തള്ളിക്കളഞ്ഞു. ദൈവമേ, എൻ്റെ അവിശ്വാസത്തിൽ എന്നോട് പൊറുക്കണമേ, എന്നിൽ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരണമേ. പത്രോസ് കടലിൽ നടക്കവേ വിശ്വാസത്തിൽ ബലപ്പെടാഞ്ഞാൽ കടലിൽ താണുപോവുകയും കർത്താവെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചപേക്ഷിക്കുകയും ചെയ്തു. കർത്താവ് അവനെ കൈനീട്ടി രക്ഷിച്ചു. വിശ്വസിക്കുന്നവർ ദൈവത്തിൽ വിശ്വസിച്ച് ബലപ്പെടും. വിശ്വാസത്താൽ അവർ ജീവിക്കും. സ്വർഗരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളണം എന്നതുപോലെ തിരുവചനങ്ങളെയും ശിശു എന്ന പോലെ നാം കൈക്കൊള്ളണം. അവരിൽ വചനം വസിക്കും. വചനം വസിക്കുന്നവരിൽ ഞാനും വസിക്കും. എത്ര മനോഹരമായ വാചകം, എത്ര മനോഹരമായ തിരുവചനങ്ങൾ, ദൈവം നമുക്ക് തരുന്നതായ നല്ല നല്ല അനുഭവങ്ങൾ. ഇതിനെ നാം രുചിച്ചറിയണം, ഇതിനെ നമ്മൾ തിരിച്ചറിയണം. ഈ മഹത്വമേറിയ വചനങ്ങൾ കൂടെ നമ്മുടെ ജീവിതത്തെ നയിപ്പാൻ നമുക്ക് കഴിയണം. കുഞ്ഞുങ്ങളെ നമ്മൾ താലോലിക്കുന്നത് പോലെ തിരുവചനങ്ങളെ നമ്മൾ താലോലിക്കണം. തിരുവചനങ്ങൾ നമ്മൾ സൂക്ഷ്മതയോട് നോക്കുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്നതായ ബോധ്യങ്ങൾ, അതിൽ നിന്ന് തെളിവാകുന്നതായ ഉൾബോധ്യങ്ങൾ, ദൈവികമായ അനുഗ്രഹങ്ങളുടെ പാതകൾ, ഇതൊക്കെയും തിരിച്ചറിയുവാന് ഇതിനെ നാം ശിശു എന്ന പോലെ കൈക്കൊള്ളണം. പ്രിയമുള്ളവരെ, ഇന്ന് നാം തിരുവചനങ്ങളെ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്? തിരുവചനങ്ങളെ ഇത്ര അലസമായും നിസ്സാരമായും അതിൻ്റെ ഗൗരവം എന്താണെന്നും അതിൽ പറയുന്നത് എന്താണെന്നും തിരിച്ചറിയാതെ വെറും നിസ്സാരമായി നമ്മൾ വായിച്ചു വിടുകയാണ്. അതിൽ ഒരക്ഷരം പോലും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല. അതിൽ ഒരക്ഷരം പോലും എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ല. അതിൽ ഒരക്ഷരം പോലും എൻ്റെ ജീവിതത്തെ ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ തിരുവചനങ്ങൾ, ദൈവികമായ തിരുവചനങ്ങൾ, അതിനെ ഞാൻ സ്വീകരിക്കുന്നില്ല എങ്കിൽ എനിക്ക് എന്ത് അർത്ഥമാണ് എൻ്റെ ജീവിതത്തിലുള്ളത്? തിരുസന്നിധിയിൽ നിന്ന് ലഭിക്കുന്നതായ അനുഗ്രഹങ്ങളെ ഞാൻ പ്രാപിക്കുമ്പോൾ, അവിടുത്തെ കൃപ ഞാൻ വാങ്ങിക്കുമ്പോൾ, അവിടുത്തെ കരുണ ഞാൻ വാങ്ങിക്കുമ്പോൾ, അവിടുത്തെ തിരുസന്നിധിയിലെ തിരുവചനങ്ങളിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കുവാൻ, ആ തിരുവചനങ്ങളെ ഒന്ന് ഗ്രഹിക്കുവാൻ, എൻ്റെ കണ്ണുകൾ അതിലേക്കൊന്ന് സൂക്ഷ്മതയോട് നോക്കുവാൻ എനിക്ക് മനസ്സാകുന്നില്ലെങ്കിൽ ഞാൻ എന്തോ ഒരു മനുഷ്യനാണ്. ഇത്ര നികൃഷ്ടനായ ഒരു മനുഷ്യനാണോ ഞാൻ? ഇത്ര നന്ദിയില്ലാത്ത ഒരു മനുഷ്യനാണോ ഞാൻ? എൻ്റെ ദൈവത്തിൻ്റെ തിരുവചനങ്ങൾ അതിലേക്ക് നോക്കുവാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ ഞാൻ എത്രയോ ഭാഗ്യഹീനനാണ്, ഞാൻ എത്രയോ നിർഗുണനാണ്. എൻ്റെ ദൈവത്തിൻ്റെ വചനങ്ങൾ അതിലേക്ക് കാണുവാനും കേൾക്കുവാനും നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, വചനം ഘോഷിക്കുന്നു, പിശാചുകളും ദൈവം ഏകനെന്ന് ഭയത്തോടും വിറയലോടും കൂടി വിശ്വസിക്കുന്നു. എന്താ നമ്മൾ കേട്ടത് എന്താണ്? പിശാചുകൾ പോലും ദൈവം ഏകനെന്ന് ഭയത്തോടും വിറയലോടും കൂടി വിശ്വസിക്കുന്നു. നാം ആ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നില്ല. എൻ്റെ ജീവിതത്തിൽ എന്നോടൊപ്പം നടന്നതായ, എന്നെ കാത്ത് പരിപാലിച്ചതായ, എന്നെ സ്നേഹത്തോട് ചേർത്തണച്ചതായ എൻ്റെ കർത്താവിൻ്റെ തിരുവചനങ്ങളിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുന്നില്ല. അതിനെ അലസമായി, അതിനെ വെറും നിസ്സാരമായി ഞാൻ തള്ളിക്കളയുകയാണ്. എനിക്ക് കിട്ടിയതായ നല്ല അനുഭവങ്ങളെ ഞാൻ തള്ളിക്കളയുന്നതായ കാര്യം. ഇവിടെ പിശാച് പോലും ദൈവസന്നിധിയിൽ ഭയത്തോടും വിറയലോടും വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ദൂതന്മാരും വചനങ്ങളുടെ മർമ്മങ്ങളെ തിരിച്ചറിയുവാൻ വാഞ്ചയോടെ കുനിഞ്ഞു നോക്കുന്നു. സ്വർഗത്തിലെ ദൂതന്മാർ പോലും വചനങ്ങളുടെ മർമ്മങ്ങൾ അറിയുവാൻ, അതിൻ്റെ രഹസ്യങ്ങൾ അറിയുവാൻ, അതിൻ്റെ തീക്ഷ്ണത അറിയുവാൻ അവർ പോലും വചനങ്ങളിലേക്ക് കുനിഞ്ഞു നോക്കുന്നു. പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ദൂതന്മാർക്ക് പോലും വെളിപ്പെടാത്തതായ അനേകം രഹസ്യങ്ങൾ, അതിൻ്റെ മർമ്മങ്ങൾ, അതിൻ്റെ ഗ്രാഹ്യങ്ങൾ മനുഷ്യമക്കൾക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നു. എന്നാലോ ഞാൻ അതിനെ ഗണ്യമാക്കാതെ, അതിനെ
വേണ്ട വിധത്തിൽ ഞാൻ സ്വീകരിക്കാതെ നിസ്സാരമായി തള്ളിക്കളയുന്നു. നാമോ അതൊക്കെയും വായിക്കുന്നു എങ്കിലും ഗ്രഹിക്കാതെയും കണ്ടാലും ഉൾക്കാഴ്ചയില്ലാതെയും താല്പര്യമില്ലാതെയും വചനങ്ങളെ കൈക്കൊള്ളുന്നു. പ്രിയമുള്ളവരെ, വിശ്വാസത്തിന് 4 മഹത്തരവും അത്ഭുതകരവുമായ 4 അടിസ്ഥാനങ്ങളുണ്ട്. അതെപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 4 അത്ഭുതങ്ങളെ നമ്മൾ ഓർക്കണം. 1, കർത്താവിൻ്റെ ജനനം. 2, കർത്താവിൻ്റെ മരണം. 3, കർത്താവിൻ്റെ ഉയർപ്പ്. 4, മഹിമയോട് രണ്ടാമത്തെ വരവ്. ഈ 4 കാര്യങ്ങൾ നമ്മൾ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാനുണ്ട്. ഈ വിശ്വാസം എന്ന് പറയുമ്പോൾ വിശ്വാസം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമ്മൾ വിശ്വാസം ചുമ്മാതെ നമുക്ക് വിശ്വാസം ഉണ്ടാകുമോ? ചുമ്മാതെ ആരെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എങ്ങനെയാണ് നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നത്? വിശ്വാസം അറിവിൽ നിന്ന്, ജ്ഞാനത്തിൽ നിന്ന്, പരിജ്ഞാനത്തിൽ നിന്ന് ആണ് വിശ്വാസം നമുക്ക് ഉണ്ടാകുന്നത്. അറിവെന്ന് പറഞ്ഞാൽ അറിവ് ഈ വിദ്യാഭ്യാസത്തിലൂടെയും ലോക പരിചയത്തിലൂടെയും ലോകപരമായ കാര്യങ്ങളിലൂടെ കിട്ടുന്നതാണ് അറിവ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ യഹോവ ഭക്തിയിലൂടെയും പ്രാർത്ഥനയിലൂടെയും കിട്ടുന്നതാണ് ജ്ഞാനം. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അപ്പൊ ജ്ഞാനത്തിൻ്റെ ആരംഭം യഹോവ ഭക്തിയിലാകുന്നു. യഹോവ ഭക്തിയിലൂടെയാണ് നമുക്ക് ജ്ഞാനം തെളിഞ്ഞു കിട്ടുന്നത്. പരിജ്ഞാനം എന്ന് പറഞ്ഞാലോ തിരുവചനങ്ങളുടെ ഉത്ബോധ്യങ്ങളും ദൈവിക രഹസ്യങ്ങളുടെ മർമ്മങ്ങളും അറിയുക, അതിൽ കൂടി ലഭിക്കുന്നതാണ് പരിജ്ഞാനം. ഇതൊക്കെ വളരെ നമ്മുടെ തിരുമേനിമാരൊക്കെ വളരെ ഭംഗിയായിട്ട് അതിനെപ്പറ്റി വിവരിക്കുന്നുണ്ട്. ഇങ്ങനെ ജ്ഞാനം നമുക്ക് ലഭിക്കണമെങ്കിൽ, അറിവ് ലഭിക്കണമെങ്കിൽ, പരിജ്ഞാനം ലഭിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ വചനം നിറയണം. ഞാനും ദൈവവുമായും ഉള്ള ബന്ധം അറിയണം. ഇനി ഞാനും ദൈവവുമായിട്ട് എന്ത് ബന്ധമാണ് അത് ഞാൻ അറിയണം. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയണം. ദൈവിക പദ്ധതിയും സൃഷ്ടിയും അറിയണം. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മങ്ങളെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മങ്ങളിൽ 2 വിധമാണ് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മങ്ങൾ എന്ന് പറയുന്നത്. 1, ഉണ്ടാകട്ടെ എന്ന തൻ്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടത്. ഇല്ലായ്മയിൽ നിന്നും ഉളവാക്കുന്നവനാണ് ദൈവം. സകലതും ഉണ്ടാകട്ടെ എന്ന തൻ്റെ വചനത്താൽ സകലതും ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. സകലതും തൻ്റെ മനോഹര സൃഷ്ടിയായ മനുഷ്യന് വേണ്ടി ഉളവായി, അല്ലെങ്കിൽ സൃഷ്ടിച്ചു. സകലതും കാത്ത് പരിപാലിക്കുവാനായി മനുഷ്യനെ അധികാരപ്പെടുത്തി, ചുമതലപ്പെടുത്തി. എന്നാൽ രണ്ടാമത്തെ സൃഷ്ടികർമ്മം എന്ന് പറയുന്നത് ദൈവം സ്വന്തം കൈകൾ കൊണ്ട് മെനഞ്ഞുണ്ടാക്കിയതായ സൃഷ്ടിയാണ്. മറ്റേത് ഉളവാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉളവായത് ഇല്ലായ്മയിൽ നിന്ന് ഉളവായി വന്നതാണെങ്കിൽ, ഇവിടെ ദൈവം സ്വന്തം കൈകൾ കൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ സൃഷ്ടിയാണ്. അവിടെ നാം വായിക്കുമ്പോൾ കാണാം, വരുവീൻ നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക. ഭൂമിയിലെ മണ്ണെടുത്ത് കുഴച്ച് തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സ്വന്തം കൈയാൽ മെനഞ്ഞുണ്ടാക്കി. തന്നിലെ ജീവൻ ശ്വാസത്തെ പകർന്നു നൽകി ജീവനുള്ള ദേഹിയായി സൃഷ്ടിച്ചു. തന്നിലെ ജീവാംശം ഉള്ള ശ്വാസം അവനിലേക്ക് പകർന്നു നൽകി ജീവനുള്ള ദേഹിയായി മനുഷ്യൻ മാറി. അവൻ ദൈവത്തിൻ്റെ മകനാകുന്നു. ആദാം ദൈവത്തിൻ്റെ മകൻ. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് വംശാവലി പറയുമ്പോൾ അറിയാം. സെയിം ആ വംശാവലിയെല്ലാം വായിച്ച് അവസാനം വരുമ്പോൾ സെയിം ആദാമിൻ്റെ മകൻ, ആദാം ദൈവത്തിൻ്റെ മകൻ. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ശ്വാസം, തൻ്റെ ജീവന്റെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്നതായ ജീവന്റെ അംശം ഈ മനുഷ്യ സൃഷ്ടിയിലേക്ക് പകർന്നു നൽകിയപ്പോൾ, ആ ജീവനുള്ള ദേഹിയായി മാറിയപ്പോൾ, ആ ദേഹിയിൽ നിന്ന് പുറപ്പെട്ട മനുഷ്യകുലമെല്ലാം ഈ ജീവശ്വാസത്തിന്റെ അംശികളായി മാറി. ഇന്ന് എന്നിലിരിക്കുന്നതും ഈ ദൈവത്തിന്റെ ജീവശ്വാസമാണെന്നുള്ള ആ ഉൾബോധ്യം എപ്പോൾ എനിക്കുണ്ടാകുമോ
അപ്പോഴാണ് ഞാൻ എൻ്റെ ദൈവത്തിങ്കിലേക്ക് നോക്കുക, അപ്പോഴാണ് ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വസിക്കുക, അപ്പോഴാണ് ഞാൻ എൻ്റെ ദൈവത്തെ തിരിച്ചറിയുക. ദൈവത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്നതായ ജീവാംശമായ ശ്വാസം എന്നിലേക്ക് ഊതിത്തന്ന് എന്നെ ജീവനുള്ള ദേഹിയാക്കി മാറ്റി. എന്തോ ഒരു അത്ഭുതമാണ്, എന്തോ ഒരു സൃഷ്ടിയാണ്, ദൈവിക പദ്ധതിയാണ്. ഇതെപ്പോൾ നാം തിരിച്ചറിയും. തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം അധികമായി സ്നേഹിച്ചു. എന്താ കേട്ടത്? മറ്റ് സൃഷ്ടികളെക്കാൾ കൂടുതലായി സ്വന്തം കൈകൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ മനുഷ്യനെ ദൈവം അധികമായി സ്നേഹിച്ചു. അതുകൊണ്ടാണ് സാത്താന്റെ വശീകരണത്തിൽപ്പെട്ട് അവന്റെ തന്ത്രത്തിൽപ്പെട്ട് വീണുപോയ മനുഷ്യനെ, തൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവം ഓർത്ത് ദുഃഖിച്ചത്. തൻ്റെ പ്രിയ മകൻ, തൻ്റെ പ്രിയ സൃഷ്ടി, തൻ്റെ സ്നേഹത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യനെയും മനുഷ്യകുലത്തെയും ഓർത്ത് ദൈവം ദുഃഖിച്ചു. അതുകൊണ്ട് അവന്റെ വീണ്ടെടുപ്പിനായി ദൈവം അത്യന്തം ആഗ്രഹിച്ചു. തൻ്റെ പുത്രനെ നൽകുവാൻ ഈ ലോകത്തിലേക്ക് അയക്കുവാൻ തിരുമനസ്സായി. ആദ്യ സൃഷ്ടികളായ പ്രകൃതി സൃഷ്ടികളിൽ മനനം ചെയ്യുവാനോ വിവേചിച്ചറിയുവാനോ ഉള്ള കഴിവില്ല. ആദ്യ സൃഷ്ടികളായ പ്രകൃതി സൃഷ്ടികളിൽ, ഉളവാകട്ടെ എന്ന് പറഞ്ഞ സൃഷ്ടികളിൽ, അതിലൊന്നും മനനം ചെയ്യുവാനോ വിവേചിപ്പാനോ ഉള്ള കഴിവില്ല. എന്നാൽ തൻ്റെ സൃഷ്ടിയായ സ്വയം തൻ്റെ കൈകൾ കൊണ്ട് മഞ്ഞുണ്ടാക്കിയ മനുഷ്യന് മനനം ചെയ്യുവാനും വിവേചിച്ചറിയുവാനുമുള്ള കൃപ ഉണ്ട്. അതുകൊണ്ട് തന്നെ സൃഷ്ടിയുടെ വീണ്ടെടുപ്പിനായി പുത്രനെ അയച്ചു. വിശ്വാസ ജീവിതത്തിൽ എപ്പോഴും നാം ഓർത്തിരിക്കുന്നതായ 4 സത്യങ്ങൾ. ഒന്ന്, വചനമായ ദൈവം ജഡം ധരിച്ച് മനുഷ്യനായി മനുഷ്യരോടൊപ്പം ഭൂമിയിൽ വസിച്ചു എന്നുള്ളതാണ്. സ്വർഗത്തിലിരിക്കുന്നതായ ദൈവം, വചനമായ ദൈവം പരിശുദ്ധ ആത്മാവിൽ കന്യകയിൽ ഉരുവായി. ദൈവത്തിനും ഒന്നും അസാധ്യമല്ലല്ലോ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇത് ഞാൻ വിശ്വസിക്കണം. ഇവിടെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതൽ. ഈ മർമ്മം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം കന്യകമറിയാമിൽ ഉരുവായി തീർന്നു. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. വചനം ജഡമായി ഉരുവാൻ തക്കവണ്ണം ദൈവത്തിന് സാധ്യമാണ്. മനുഷ്യരാൽ അത് വിശ്വസിക്കാനും അറിയുവാനും അവൻ്റെ ബുദ്ധിക്ക് പ്രാപ്തമല്ലെങ്കിലും ദൈവത്തിന് അസാധ്യമായതല്ല വചനം ജഡമായി തീരുക എന്നുള്ളത്. ഇത് ഞാൻ വിശ്വസിക്കണം. തെറ്റിപ്പോയ മകനെ തേടി പുത്രൻ ജഡം ധരിച്ച മനുഷ്യനായി. അതെ, തെറ്റിപ്പോയ മനുഷ്യൻ ആദാം ഏദൻ തോട്ടത്തിൽ വെച്ച് തെറ്റിപ്പോയ മനുഷ്യനെ വീണ്ടെടുപ്പാൻ തക്കവണ്ണം പുത്രൻ ജഡം ധരിച്ചു. ഇതും ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിയരെ, ചന്ദ്രനിൽ കാലുകുത്തിയ നീൽ ആർമ്സ്ട്രോങ് പറയുന്നു, ഞാൻ ചന്ദ്രനിൽ കാലുകുത്തതിനേക്കാൾ വലിയ അത്ഭുതം ദൈവം മനുഷ്യനായി മനുഷ്യരോട് കൂടി നടന്നു എന്നുള്ളതാണ്. മുൾപ്പടർപ്പിൽ അബ്രഹാമിന് വെളിപ്പെട്ട ദൈവം, മോശയ്ക്ക് സീനായി പർവ്വതത്തിൽ വെളിപ്പെട്ട ദൈവം മനുഷ്യനായി. ഇത് ഞാൻ എൻ്റെ ഉള്ളത്തിൽ ഗ്രഹിക്കണം. രണ്ടാമത്തെ വിശ്വാസം ക്രൂശ് മരണം വഹിച്ചു എന്നുള്ളതാണ്. നന്മ ചെയ്ത് ജഡത്തിൽ ക്രൂശ് മരണം വഹിച്ച് പ്രാണനെ വിട്ടു. ആ ക്രൂശ് മരണത്തോടുകൂടി ദൈവം പുത്രൻ തമ്പുരാൻ അവിടെ ക്രൂശ് മരണം വഹിച്ചു എന്നുള്ളതാണ് അവിടുത്തെ നമ്മൾ വിശ്വസിക്കേണ്ടതായ കാര്യം. ഒരു ദൈവം ക്രൂശ് മരണത്തോളം താണു വന്നു, ക്രൂശ് മരണം വഹിപ്പാനൊക്കെയാണ് അവൻ തയ്യാറായി. ഇത് ഞാൻ വിശ്വസിക്കണം. അവിടെ നമുക്ക് കാണുവാൻ കഴിയും, കർത്താവ് ക്രൂശ് മരണം വഹിച്ചപ്പോൾ ഭൂമി മഞ്ഞത്തിലെ തിരശ്ശീല കീറി, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, നിദ്ര പ്രാപിച്ച
വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. കർത്താവിൻ്റെ കുരിശുമരണ സമയത്ത് സംഭവിച്ചതായ കാര്യങ്ങൾ ഇതൊക്കെയും നാം വിശ്വസിക്കണം. വീണ്ടും നമ്മൾ കാണുന്നു മൂന്നാമത്തെ അത്ഭുതം, ഉയർത്തെഴുന്നേറ്റു. മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. രക്തവും മാംസവും ഉള്ളവനായി ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ ഭയപ്പെട്ടു, ഭൂതമാണെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഭൂതമല്ല, ഭൂതത്തിന് അസ്ഥിയും മാംസവും ഇല്ല, എനിക്കോ അസ്ഥിയും മാംസവുമുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ ഉയർപ്പിനെ നമ്മൾ വിശ്വസിക്കണം. വീണ്ടും മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കണം. പ്രത്യാശയുടെ രണ്ടാം വരവ്. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണ് കൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗനെ പോലെ സ്വർഗന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ, രക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയില്ല. ദ്രവത്വം അദ്രവത്വത്തെയും അവകാശമാക്കുകയില്ല. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാലത്ത് നാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമിക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഓർക്കും, നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. കാഹളനാദത്തിങ്കൽ രൂപാന്തരം പ്രാപിക്കും. മരണത്തിന് ശേഷം ഒരു ജീവിതം നമുക്കുണ്ട്. ഇത് നാം വിശ്വസിക്കണം. ഇന്ന് ദൈവകൃപയാൽ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് തിരുവചനങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം ദൈവം തന്നതായ ഈ നല്ല അനുഭവത്തിന് ദൈവനാമത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇന്ന് ഇതിനായി എനിക്ക് അവസരമൊരുക്കി തന്ന ബേതേൽ ക്രിയേഷൻസിനും അതിനോടൊപ്പം വന്ന് ഇന്ന് സന്നിധരായ എല്ലാ തിരുമേനിക്കും അച്ഛന്മാർക്കും പ്രത്യേകമായി പ്രൈസാറിനും എബ്രാം സാറിനും ഒക്കെയും വന്ന് ചേർന്ന നിങ്ങളോട് എല്ലാവരോടുമുള്ള എൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ജീവമലയുടെ ഏപ്രിൽ മാസ പരിപാടിക്ക് ഔപചാരിക നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ബഥേൽ ക്രിയേഷൻസിന്റെ മുഖ്യ ഭാരവാഹിയും ജീവമല പ്രോഗ്രാമിന്റെ റെക്കോർഡിസ്റ്റും ഒപ്പം തന്നെ സുവിശേഷ സംഘത്തിന്റെ ഒരു സജീവ പ്രവർത്തകനുമായ ബഹുമാനപ്പെട്ട ജിത്തു വർഗീസിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട തീമോഥെയോസ് തിരുമേനി ഉൾപ്പെടുന്ന പ്രിയപ്പെട്ടവരുടെ സദസ്സ്, എന്നെ കേൾക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, ഏവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ചെങ്ങന്നൂർ ഭദ്രാസനത്തിൽ സുവിശേഷ സംഘത്തിൻ്റെയും ഭദ്രാസനത്തിൻ്റെ മാധ്യമ വിഭാഗമായ ബേതേൽ ക്രിയേഷൻ്റെയും സംയുക്തമായ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പ്രതിമാസ ഓൺലൈൻ ധ്യാനം, ഏപ്രിൽ മാസത്തെ ധ്യാനമാണ് ഇന്ന് നമ്മൾ ശ്രവിച്ചത്. എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം ഇവിടെ കടന്നു വന്നപ്പെട്ടവർക്ക് ഒരു വാക്ക് നന്ദി അറിയിക്കുക എന്നുള്ളതാണ്. ആദ്യമായി ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം നല്ല ദൈവവചനത്തെ നമുക്ക് ഒരുക്കി തരുവാൻ അനുഗ്രഹിച്ചു തന്ന ദൈവത്തിൻ്റെ നിയോഗത്തെ നന്ദിയോടെ ഓർക്കുകയും സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യാണ്. അടുത്തതായി ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ അധിപനും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സെമിനാരിയുടെ പ്രിൻസിപ്പളുമായിരിക്കുന്ന അഭിവന്യ മാത്യൂസ് മാർ തീമോഥെയോസ് തിരുമേനിയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഈ ധ്യാന യോഗങ്ങൾക്ക് എന്നും ഒരു മാർഗനിർദ്ദേശിയായി കൂടെ നിന്ന് ഞങ്ങളെ കരുതുന്നു. അഭിവന്യ പിതാവിനോട് നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. അടുത്തതായി ഈ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട PK കോശി അച്ഛൻ, പ്രിയപ്പെട്ട അച്ഛൻ്റെ നേതൃത്വം ഭദ്രാസനത്തിനും ഭദ്രാസനത്തിൻ്റെ ഇടവകൾക്കും മക്കൾക്കും എന്നും പ്രചോദനവും മാതൃകാപരവുമാണ്. പ്രിയപ്പെട്ട അച്ഛനോടും പ്രത്യേകിച്ച് ഈ സുവിശേഷ യോഗങ്ങൾക്കും പ്രത്യേകിച്ച് ഈ ധ്യാനത്തിനും അച്ഛൻ്റെ നേതൃത്വം എന്നും കൂടെ ഉണ്ട് എന്നുള്ളത് പ്രത്യേകമായി ഓർക്കുകയാണ്. പ്രിയപ്പെട്ട അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്.
അടുത്തതായി ഈ സുവിശേഷ സംഘത്തിന്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട കുര്യൻ ജോസഫ് അച്ഛൻ, എന്നും കൂടെ നിന്ന് ഒരു നല്ല ഇടയനായി ഇതിനെ നയിക്കുന്ന പ്രിയപ്പെട്ട അച്ഛൻ്റെ നല്ല നല്ല പ്രവർത്തനങ്ങളും സേവനങ്ങളും നന്ദിയോടെ ഓർക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. അടുത്തതായി ഈ സുവിശേഷ സംഘത്തിന്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട AO വർഗീസ് സാർ, അനുഗ്രഹിക്കപ്പെട്ട ഒരു 3 വർഷ കാലയളവിൽ സേവനം നയിച്ച് പ്രത്യേകിച്ച് ഈ സുവിശേഷ സംഘത്തിന്റെ ഒരു നല്ല പേരിന് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ഈ സംഘത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചുക്കാൻ പിടിക്കുന്ന പ്രിയപ്പെട്ട സാർ, ഒത്തിരി സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട സാറിന്റെ പ്രവർത്തനങ്ങൾ എന്നും മാതൃകാപരം തന്നെയാണ്. പ്രത്യേകിച്ച് പ്രായത്തിലും അനുഗ്രഹിക്കപ്പെട്ട ഈ സേവനങ്ങൾക്ക് മുൻകൈ എടുത്ത് ഈ ഓരോ മാസങ്ങളും കൃത്യമായ വ്യക്തമായ രീതിയിൽ ഇത് നയിക്കുന്നു എന്ന് കാണുന്നത് അതിയായി സന്തോഷിക്കുന്നു. പ്രിയപ്പെട്ട സാറിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം ഒരു നല്ല ധ്യാനം നയിച്ച് പ്രത്യേകിച്ച് കേൾവിക്കാർക്ക് അനുഗ്രഹപ്രദമാവുന്ന ചിന്തകളെ പകർന്നു തന്ന ഏറ്റവും ബഹുമാനപ്പെട്ട ജേക്കബ് രാമച്ചൻ സാറാണ്. സാറിന്റെ നല്ല വാക്കുകൾക്ക് നന്ദിയോടെ ഓർക്കുകയും പ്രത്യേകിച്ച് ജീവിതത്തിൽ ഓരോരോ സാഹചര്യങ്ങളിൽ അനുഭവങ്ങളിൽ ആ ധ്യാന ചിന്തകളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും ദൈവം തമ്പുരാൻ സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സാറിന് ഇനിയും കൂടുതലായി അനുഗ്രഹങ്ങൾ ഉണ്ടാവാനും ഭാവി ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സുവിശേഷകനായി തന്നെ തുടരുവാനും ദൈവം തമ്പുരാൻ കൂടുതൽ സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പ്രിയപ്പെട്ട സാറിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഈ ധ്യാനം കാണുന്നതും ശ്രവിക്കുന്നതുമൊക്കെ ഭദ്രാസനത്തിന്റെ ഔദ്യോഗിക മീഡിയ വിങ് ആയിരിക്കുന്ന ബദൽ ക്രിയേഷനിലൂടെയാണ്. ഇതിന്റെ ചുമതലക്കാരായ പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠർ ഉൾപ്പെടുന്ന ആളുകൾ ഒരു സംഘം ആളുകളാണ് ഇതിന്റെ പുറകിൽ കഷ്ടപ്പെടുന്നത്. അവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ സുവിശേഷ സംഘത്തിന്റെ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട പ്രൊഫസർ ഷൈനി ജിജി ടീച്ചറിന്റെ സേവനങ്ങളെ നന്ദിയോട് ഓർക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുകയാണ്. അടുത്തതായി ഇന്നത്തെ വിശുദ്ധ വേദപുസ്തക വായനയ്ക്ക് നേതൃത്വം നൽകിയ ഏറ്റവും ബഹുമാനപ്പെട്ട പ്രത്യേകിച്ച് ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ PRO ആയിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് സാറാണ്. സാറിന്റെ നല്ല ഒരു ചിരിയും ആ ഒരു നേതൃത്വവും എന്നും മാതൃകാപരം തന്നെയാണ്. ഏറ്റവും ബഹുമാനപ്പെട്ട സാറിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഇതിൽ സംബന്ധികളായ എല്ലാ പ്രിയപ്പെട്ടവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ബലഹീനനായ എന്നെ ഈ കർത്തവ്യം ഏൽപ്പിച്ച പ്രിയപ്പെട്ടവരോടും ഉള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി. ഇപ്പോൾ സമാപന പ്രാർത്ഥനയ്ക്കായി എഴുന്നേൽക്കാം. ശുദ്ധമുള്ള വാപ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. ഞങ്ങളെ നീ മടച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ള നിന്റെ കുടിയിരിപ്പിന് ഭവനങ്ങളായി ഞങ്ങളെ നീ ചമിക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നേരമൊക്കെയിലും എല്ലാ സമയങ്ങളിലും നിന്റെ ദൈവത്വത്തിന്റെ ചുടട കീഴിൽ പാവികളായ ഞങ്ങളെയും ഞങ്ങൾക്കുള്ള എല്ലാവരെയും അവിടെ തന്നെ മടച്ചുകൊള്ളണമേ. അമ്മീൻ.